ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണെഴുതിയത് കുറച്ച് കണ്ണിന് പുറത്തായി ഗൈസ്. അതിപ്പോൾ പോക്കിയിട്ടില്ലേ പിന്നെ പോവില്ല. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കമൻറ്റിന് മറുപടിയുമായിട്ടാണ്. നിങ്ങൾ കമൻറ്റ് വായിച്ചത് കേൾക്കുക എന്നല്ലാതെ കമൻറ്റ് അയക്കുന്നില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര പരാതിയുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമല്ലേ എനിക്ക് അതിന് മറുപടി തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ഏതിനാണ് ഞാനിങ്ങനെ ബൈ വൺ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതിനാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ആ വീഡിയോ എന്തായി കാണുന്നില്ല, എവിടെ പോയി എന്ന് എനിക്കറിയില്ല. റീപോസ്റ്റ് ഞാൻ ചെയ്തു. അപ്പം വ്യൂവേഴ്സ് കുറവാട്ടോ. ഫസ്റ്റത്തേന് പെട്ടെന്ന് കത്തിക്കറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഞാനിങ്ങനെയാണ് തംബ്ലൈൻ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കുന്നു, ഭക്തി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നും പ്രാർത്ഥിച്ചാൽ പോരെ? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. പിന്നെ എന്തിന് നിങ്ങൾ ഗുരുവായൂർ പോകണം എന്നുള്ളത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഗുരുവായൂർ പോകുന്നത് എന്നുള്ള ആ ഒരു വീഡിയോക്കാണ് ഞാൻ കമൻറ്റുമായിട്ട് വരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണൂ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാതെ കമൻറ്റുകൾ മാത്രം, ഈ തംബ്ലൈൻ വായിച്ചിട്ട് കമൻറ്റുകൾ മാത്രം തരുന്ന സമയത്ത് എന്താണ് അതിലെ കണ്ടൻറ്റ്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തേത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. എനിക്കിത് കഴിഞ്ഞിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു അലവലാതി എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട്. അതിന് ഇന്നലെ ആ ചങ്ങായി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എനിക്കൊന്ന് കേസ് സ്റ്റേഷനിൽ പോകണം. സോറി. അപ്പോൾ അതാണ് സംഭവം. അപ്പം സിദ്ദീഖ് കല്ലായി അയച്ചിരിക്കുന്നത്, ഇനി കർത്താവിനെ കൂടെ കൂട്ടിക്കൂടെ? വൺ സെക്കൻഡ്, ആരോ വന്നിരിക്കുന്നു. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ ഹോട്ടലുകാരന് വന്നതായിരുന്നു. അപ്പം ഞാൻ ആ പേയ്മെൻ്റ് ഒന്ന് ചെയ്താൾട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കമൻറ്റിലേക്ക് പോവാം. 1 സെക്കൻഡ്. $160 എന്നാണ് തോന്നുന്നു പറഞ്ഞത്. അങ്ങനെ മോളെ 160 എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഉച്ചക്കേക്കുള്ള ചോറും കൊണ്ടുവന്നതാന്നേ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് കമൻറ്റ്, അതാണ് വീക്കിലെ മുഖ്യം. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് ആരായിരുന്നു? അയ്യോ, എവിടെ പോയപ്പാ? മര്യാദയ്ക്ക് വായിച്ച് വന്നതായിരുന്നു. അപ്പോഴേക്കും ഓരോരുത്തർ വന്ന് ഫസ്റ്റത്തെ കമൻറ്റ് ഞാൻ വായിച്ചത് പോയി. അത് താഴെ എവിടെയെങ്കിലും കിടക്കപ്പെട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഷമീറാണ് അയച്ചത്. ഹായ്, സുഖമാണോ? അതെ, സുഖമായിട്ടിരിക്കുന്നു. ജൂലി രാജൻ, കർത്താവോ? അതെ, കർത്താവ് എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. കർത്താവ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മതസ്ഥരുടെ ഒരു ദൈവമായിട്ട് വരും കർത്താവ്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന, ഈ കണ്ണനെ മാത്രമല്ല കർത്താവിനെയും പിടിക്കുന്നോ എന്ന് ചോദിച്ചാൽ ആ പിടിയല്ല കേട്ടോ. അതെ, ഞാൻ കർത്താവിനെയും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭാഷ പലർക്കും മനസ്സിലാവാത്തതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ കർത്താവിനെയും ഞാൻ വിളിക്കാറുണ്ട്. വിജയൻ, പെങ്ങളെ, ഓരോന്നിനും നല്ല മറുപടി. 1000 ആയിപ്പോയി. ഓരോന്നിനും നല്ല മറുപടി. താങ്ക് യു ആങ്ങളെ. വിജയൻ പി. സീനത്ത്, എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ആക്കിയല്ലേ? കമൻറ്റ് കുറവാണ് എന്ന് നീ നുണ പറയുന്നല്ലോ. ഡിലീറ്റ് ആക്കിയാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? എൻ്റെ പൊന്നാര സീനത്തെ, ഞാൻ നിൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല.
ഡിലീറ്റ് ചെയ്താൽ എങ്ങനെയാണ് സീനത്തെ എനിക്ക് നിങ്ങളോടൊക്കെ വർത്തമാനം പറയാൻ പറ്റുക? നിങ്ങളോട് പറഞ്ഞാലല്ലേ എനിക്ക് അതിനുള്ള പിന്നെയും മറുപടി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് തന്നെയായാലും നീ കമൻ്റ് അയക്കൂ, മറുപടി പ്രതീക്ഷിച്ചിട്ട് തന്നെ കഴിക്കൂ. പക്ഷേ സമയം കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് മറുപടി തരാൻ പറ്റുള്ളൂ എന്നുള്ളേ. അതിന് പിന്നെ ആരും പരിഭവം പറയരുത്, ഇവൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടണം. അപ്പോൾ എൻ്റെ വീഡിയോക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്നപ്പം ഞാൻ തരുമെന്നേ ഉള്ളൂ. പിന്നെ നൗഷാദ് കുറേ ചിരിക്കുന്ന ഇമോജി ഇട്ടിട്ടുണ്ട്. ആരാ? സിദ്ദീഖ് കല്ലായി. ഇനി കർത്താവിനെ കൂടെ കൂട്ടിയോ? കൂട്ടു. ഞാൻ കർത്താവിനെ ഏതോ കാലത്ത് കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇന്നും ഇന്നലെ മിനിയാന്നും ഒന്നല്ല, ഏതോ ഒരു കാലത്ത് കർത്താവിൻ്റെ കൂടെ കുടിക്കുക. അതും ചെറിയ കുട്ടിക്കാലത്ത് തൊട്ട് കേട്ടോ. ക്ലാസ് പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് വന്നാലും പടച്ചോനെന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും തോന്നെ കർത്താവേന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിനി. അവൾ പോലും കർത്താവേന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അവൾ ക്രിസ്ത്യൻ മതസ്ഥയാണെങ്കിലും അവളൊരു ഹിന്ദു മതസ്ഥ ലുക്കിലും ആ ഒരു വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിലല്ല, ആ ഒരു നടപ്പിലൊക്കെ ആയിരുന്നു നടക്കുക. അവൾ കൊന്തയൊന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും എൻ്റെ വേറെ ആരും അങ്ങനെ. പിന്നെ ഒരു ജിനിറ്റ് ജാക്കോ ഉണ്ടായിരുന്നു, അവനും എന്തെങ്കിലും പറയുമ്പോൾ കർത്താവേന്ന് വിളിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അവരൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ കർത്താവേന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഏതാ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സെറീന പുള്ളത്ത്, പ്രാർത്ഥിക്കാൻ പോകുന്നവർ ക്യാമറയും ഫോണും കൊണ്ടുപോയി വീഡിയോ എടുത്ത് മറ്റുള്ളവരെ അറിയിക്കണോ? പ്രാർത്ഥിക്കാൻ പോകുന്നവർ ക്യാമറയും ഫോണും കൊണ്ടുപോയി വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കണമെന്ന്. സീനത്തെ, നീ ഒരു മുസ്ലിം മതസ്ഥയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ ഉള്ളിൽ കയറി കാണാൻ പോകുന്ന ആൾക്കാരാണ് അറ്റ്ലീസ്റ്റ് സ്മാർട്ട് വാച്ച് പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂല. അപ്പം ഞാൻ പുറത്ത് നിന്ന് നടയിൽ നിന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പുറത്ത് നടയിലേക്ക് പോകുന്നതും നടയിൽ നിന്ന് ഇറങ്ങി വരുന്നതുമായിട്ടുള്ള വിഷ്വലുകൾ മാത്രമേ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അതെന്തിനാ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സീനത്ത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് മാസാമാസം യൂട്യൂബ് മുതലാളി ഒരു വരുമാനം തരുന്നുണ്ട്. അത് വെറുതെ തരുന്ന വരുമാനമല്ല. ഞാനിങ്ങനെ വീഡിയോ നിരന്തരം ഇട്ടതുകൊണ്ട് യൂട്യൂബ് മുതലാളിക്ക് സഹതാപം തോന്നുന്നതുകൊണ്ടാണ് യൂട്യൂബ് മുതലാളി എനിക്ക് വരുമാനം തരുന്നത്. അതിൽ നിരന്തരം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലാച്ചാൽ യൂട്യൂബ് മുതലാളി എന്നോട് പിണങ്ങും. അപ്പം കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് എൻ്റെ ലൈഫ് മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അമ്പലത്തിൽ പോകുന്നതാണ് എങ്കിൽ എനിക്കതേ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് വേറൊന്നും കാണിക്കാൻ പോകില്ല. അതുകൊണ്ടാണ് നാട്ടുകാരെ കാണിക്കാൻ നിൽക്കുന്നത് കേട്ടോ. സീനത്തെ മുഹമ്മദ് മുസ്തഫ, നീ ആരാടി? നീ പൊടി പേടിപ്പിക്കാനോ? അയ്യോ എൻ്റെ മുഹമ്മദേ, അന്നെ ഞാൻ പേടിപ്പിക്കുമോ? അന്നെ ഞാൻ പേടിപ്പിക്കൂല, ഒരിക്കലും ഞാൻ പേടിപ്പിക്കൂല. പക്ഷെ എൻ്റെ വാപ്പാനെ ഞാൻ പേടിപ്പിക്കും. അന്നെ പേടിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ല, പക്ഷെ എൻ്റെ വാപ്പാനെ പേടിപ്പിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് കേട്ടോ. എന്താ ഡ്യൂട്ടി എന്നാന്ന് തോന്നുന്നു എഴുതിയത്. നീ ഒരിക്കലും നന്നായി നീ ഒന്നെങ്കിൽ നന്നായി വഴങ്ങുന്ന ഭാഷയിൽ സംസാരിക്കുക. നന്നായിട്ട് വഴങ്ങുന്ന ഭാഷ എന്ന് പറയാൻ ഡ്യൂട്ടി മിസ്റ്റർ എന്താ എനിക്ക് പറയാനുള്ളതെന്നറിയോ? ഞാൻ ജനിച്ച് വളർന്ന ഭാഷയിൽ തന്നെ, ഇപ്പോൾ ഭാഷ എന്നല്ലേ വന്നത്, ഭാഷയിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വർത്താനം പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയാൻ വന്നത്. അത് ഞാൻ സംസാരം എന്നാക്കി. കാരണം എൻ്റെ നാട് അങ്ങനെയാണ്. ഞാൻ ജനിച്ച് വളർന്നത് 15 വർഷം അവിടെ വളർന്നതുകൊണ്ട് അവിടുത്തെ ഭാഷ എനിക്ക് ശീലമായി പോയതാണ്. ഇവിടെ വന്നിട്ടും ഇവിടുത്തെ ആൾക്കാരുമായിട്ട് എനിക്ക് അങ്ങനെ അടുത്തിടപെട്ടാൽ മാത്രമേ എനിക്ക് ഈ കൊയിലാണ്ടി ഭാഷ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ആരുമായിട്ട് ഇടപെടുന്നില്ല. അടുത്ത അയൽവക്കക്കാരോട് പോലും അങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല. ഇവിടെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നോക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന ഭാഷ ഏതോ ആ ഭാഷയിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ.
അതെനിക്ക് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് കാസർഗോഡ് ഭാഷ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, ചിലർക്ക് തൃശ്ശൂർ ഭാഷ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, ചിലർക്ക് കൊല്ലത്തുള്ള ഭാഷ പറ്റില്ല. മറ്റേ തിരുവനന്തപുരം എന്തൊരപ്പി എന്ന് ചോദിച്ചാൽ മനസ്സിലാവുമോ? നമ്മുടെ നാട്ടിലൊക്കെ എന്തൊരപ്പി എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ നാടുകളിലുള്ള ഭാഷയാണ്. ആ ഭാഷയിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പരിഷ്കൃത ഭാഷ ശീലിക്കുക. പരിഷ്കൃത ഭാഷ എന്താണെന്ന് വെച്ചാൽ അച്ചടി ഭാഷയായിരിക്കും കക്ഷി ഉദ്ദേശിച്ചത്, അതാണെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടുഭാഷ ഒഴിവാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നത് കൊണ്ട് ഫ്ലോ പോകുന്നു എന്ന് പറയാൻ ഞാൻ എൻ്റെ ശരിക്കുള്ള ഭാഷയിൽ സംസാരിക്കാൻ ഇയാൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ആ ഫ്ലോ പോകുന്നുണ്ട്. ഞാനിപ്പം ഭാഷ എന്നുള്ളത് വർത്താനം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഇനി എന്ത് വർത്താനമാണ് പറയുന്നത് എന്ന് ചോദിക്കുള്ളൂ. നേരെ മറിച്ചിപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്ന് ഇരിക്കുക വെച്ചാൽ എടാ എന്തൊക്കെ ഉണ്ട് വർത്താനം, സുഖമാണോ എന്നാ ചോദിക്കുക. അതൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. വർത്താനം എന്ന് പറയുന്നത് ഭാഷയാണ്. അപ്പോൾ എനിക്ക് ആ ഫ്ലോ കിട്ടാത്തത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും, മേ ബി, എനിക്കറിയില്ല. പിന്നെ നമ്മളെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന സീനത്താത്ത അയച്ചൊരു മെസ്സേജ് എന്താ വെച്ചാൽ തേവിടിച്ചി. അപ്പോൾ സീനത്തെ നീ തേവിടിച്ചിയാണ് എന്നുള്ള നിൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് എന്നാത്തിനാ കൊച്ചേ പറയുന്നത്? നീ തേവിടിച്ചിയാണെങ്കിൽ അതേ രീതിയിൽ നീ ജോലി ചെയ്ത് ജീവിക്കുക, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഞാനിപ്പോൾ എൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്നെ തേവിടിച്ചി എന്ന് വിളിക്കാൻ നിനക്ക് അർഹതയില്ല. നീ സ്വയം കണ്ണാടിക്ക് മുമ്പ് പോയിട്ട് 3 പ്രാവശ്യം തേവിടിച്ചി എന്ന് വിളിക്കുമ്പോൾ നിനക്കൊരു മനസ്സമാധാനം കിട്ടും. അതാട്ടോ സീനത്തെ നീ ചെയ്യേണ്ടത്. ഫിയ ആകെ മൊത്തം മൂഞ്ചി ഇരിക്കുകയാണെങ്കിലും ഈ സാധനത്തിന് ഇച്ചിരി ഇളിച്ചിരിക്കാൻ അറിയുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്നു. അതെ, ഞാൻ മോഞ്ചിയിരിക്കുകയാണെങ്കിലും ഞാൻ ചിരിച്ചോണ്ടേ ഇരിക്കാറുള്ളൂ. കരഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ബാക്കിയിട്ടും കേൾക്കാം. ഈ പല്ലുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? സത്യ എൻ്റെ ഫിയാങ്ങി പറഞ്ഞത്. ഈ പല്ലും കൂടി ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാനും? എനിക്ക് അനങ്ങിയ ബ്രോസ്റ്റഡ് നിർബന്ധമാണ്. അപ്പം ഈ പല്ലില്ലാണ്ട് ഞാൻ എങ്ങനെ ബ്രോസ്റ്റഡ് കഴിക്കുമായിരുന്നു? അയ്യോ, മൂട് പോയി. ഞാൻ ട്രോമയിലേക്ക് പോകുന്നോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങളെ മെസ്സേജുകളൊക്കെ ഇങ്ങനെയാണോ? മോട്ടീവ് തരുന്ന മെസ്സേജുകൾ വേണ്ടേ? ട്രോമയിലേക്ക് കൊണ്ടുപോകുന്ന മെസ്സേജുകൾ എന്തിനാണ് എനിക്കിങ്ങനെ അയക്കുന്നത്? ഈ പല്ലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ? അതറിയില്ല ഫിയ. പല്ലില്ലായിരുന്നു ഞാൻ വെപ്പ് പല്ല് വെക്കുകയായിരുന്നു. അതിനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ആ കാര്യം എന്നോട് മറന്നുപോയി. അഥവാ ഇനിയിപ്പം ഈ ഒരു പല്ല് പോയാലും ഞാൻ വെപ്പ് പല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. താങ്ക് യു ഫിദ ഓർമ്മിപ്പിച്ചതിന്. അതിനാരോ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ചിരിക്കുന്നത് തന്നെയാണ്, വേറെ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഷമീർ, എനിക്ക് കമൻ്റ് ഇടാൻ പേടിയില്ലാത്ത കാരണം എനിക്ക് കമൻ്റ് ഇടാൻ പേടിയില്ലാത്ത കാരണം നിങ്ങൾക്ക് പേടിയുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. വിശേഷങ്ങൾ ചോദിക്കുന്നു, വിവരങ്ങൾ അറിയുന്നു, അതിനിപ്പം എന്താ തെറ്റ്? അപ്പോൾ അദ്ദേഹത്തിന് കമൻ്റ് ഇടാൻ പേടിയൊന്നുമില്ല, വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, മറുപടികൾ കേൾക്കുന്നുണ്ട്, പിന്നെ അതിനെന്താ അത് കമൻ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പാടുക്ക് ഭയങ്കരമായിട്ട് റീച്ച് കയറി ഒരുപാട് കമൻറ്റുകൾ വന്നു പോയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ പെട്ടെന്ന് ആ വീഡിയോ എന്താണെന്നറിയില്ല, ആരോ റിപ്പോർട്ട് അടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് വീഡിയോ പോയി. ഒരു മിനിറ്റ്, ആളെ വിളിക്കുന്നത്. ഹലോ, ഫുഡ് വന്ന്. അല്ല, കുറച്ച് നേരമായി വന്നിട്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നു. എന്നാ ശരി. അതെൻ്റെ മാംസ് ഫുഡ് വന്നോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചതാണ്. കാരണം ഞാൻ എഴുന്നേക്കാൻ ലേറ്റായിട്ടുണ്ട്, പിന്നെ മോളും വീട്ടിലുണ്ട്. അപ്പം പിന്നെ കുക്കൊക്കെ ചെയ്ത് സ്റ്റേഷനിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ലേറ്റാവും. പിന്നെ ഞാൻ വണ്ടി എടുത്തപ്പം കോഴിക്കോട് അങ്ങാടിയിലേക്കേ ഇറങ്ങാറില്ല.
പെട്രോൾ ലാഭിക്കാനാണെന്ന് വേണ്ടിയിട്ടുള്ള കമൻറ്റുകൾ അതും ഇട്ടോളൂ കേട്ടോ. സത്യാവസ്ഥ അതുമാണ്. പിന്നെ പോരാത്തതിന് ഒടുക്കമത്തെ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് താണ്ടി നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും നമ്മളൊരു വഴിയാവും. ഇതാകുമ്പം ബസ്സിലെ ചേട്ടന് ക്ലച്ച് ചവിട്ടി നടന്നാൽ പോരെ, നമ്മൾ നടക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ കാറെടുത്ത് പോകാത്തത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ട് നല്ലോണം കമൻറ്റ് വന്നൊരു വീഡിയോ ആയിരുന്നു. പെട്ടെന്ന് ആ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എന്തായി പോയി എന്നുള്ളത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ റീപോസ്റ്റ് ചെയ്തതാണ് ഞാൻ. അതിന് 14 കമൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ 3 ദിവസങ്ങൾ കൊണ്ട്. 1600 ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ മറ്റേത് അങ്ങനെയല്ലായിരുന്നു, നല്ലോണം കയറിപ്പോയതായിരുന്നു. അപ്പോൾ അതെന്താ അങ്ങനെ പറ്റിപ്പോയത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, തംബ്ലൈൻ കണ്ടിട്ട് നിങ്ങൾ അതിനുള്ള മറുപടി തരാൻ നിൽക്കരുത്. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രമേ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് മര്യാദയ്ക്ക് നിങ്ങൾക്ക് കമൻറ്റ് തരാൻ പറ്റുള്ളൂ. ഇതിൽ ഒരൊറ്റാളും മംഗ്ലീഷിൽ അയച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വായിക്കാനും പറ്റും. പിന്നെ തപ്പിപ്പോവും. എനിക്ക് മലയാളം മര്യാദയ്ക്ക് വായിക്കാൻ അറിയാത്ത ഒരാളാണ്. പക്ഷെ മംഗ്ലീഷ് ഇതിനെക്കാട്ടിലേ അറിയില്ല കേട്ടോ. പക്ഷെ ടൈപ്പ് ചെയ്യാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇതിനുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നോളൂ. ഞാൻ കഴിയുന്നതും ഡെയിലി 2 വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സമയത്തിൻ്റെ ഒരു വിഷയമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.